ക്രൈസ്തവരെ പോലെ യഹൂദികളെ പോലെ ഖബർ പൂജയ്ക്ക് വേണ്ടി തീർത്ഥാടനം നടത്തുക എന്ന ഏർപ്പാട് സൂഫികളുടെ പരിപാടിയാണ്. ഇങ്ങനെ തെണ്ടി തിരക്കിയുള്ള ഒരു തീർത്ഥാടന യാത്രയുടെ മാതൃക സ്വഹാബികളിലോ താബികളിലോ നമുക്ക് കാണാൻ കഴിയില്ല. ഇസ്ലാമിൽ അതില്ല, അഹ്ലുസ് സുന്നത്തിൽ അതില്ല. ഖബർ ആകെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിരിക്കുന്നത് ഷദ്ദുരിഹാൽ 3 പള്ളികളിലേക്ക് മാത്രമാണ്. 3 പള്ളികളിലേക്കല്ലാതെ യാത്ര പുറപ്പെടാൻ പാടില്ല. അവിടെ ആകട്ടെ തൗഹീദ് ഉറപ്പിച്ചുകൊണ്ട് പോകണം. അത് ശർത്താം. ഏതാ 3 പള്ളി? ഒന്ന് മസ്ജിദുൽ ഹറാം. കാരണം എന്താ? 1 ലക്ഷം നിസ്കാരത്തിന്റെ പ്രതിഫലമാണ് അവിടെ ഒരു നിസ്കാരത്തിന്. മാഷാ അല്ലാഹ്. അത് കഴിഞ്ഞാൽ 1000 നിസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി. പിന്നെ അത് കഴിഞ്ഞാൽ അതിന് താഴെ നിൽക്കുന്ന ബൈത്തുൽ മഖ്ദിസ് അല്ലെങ്കിൽ അൽ മസ്ജിദുൽ അഖ്സ, അവിടേക്ക് നമുക്ക് എന്താണ് പ്രത്യേകമായി കൂടുതൽ പുണ്യം കിട്ടുമെന്ന് നൽകി 3 പള്ളിയിലേക്ക് പോകാം. മഖബറയിലേക്കല്ല. അവിടെ പോയിട്ടുള്ള ഇബാദത്തുകൾ മുഴുവൻ അല്ലാഹുവിനുള്ളതാണ്. ഇവർ ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവൻ മഖബറയിൽ മറമാടപ്പെട്ടവർക്കാണ്. ബീവിമാരെന്ന് പറയുന്നവർ, സിദ്ധന്മാരെന്ന് പറയുന്നവർ, വലിയുമാരെന്ന് പറയുന്നവർ, ശൈഖുമാരെന്ന് പറയുന്നവർ ആണോ അല്ലേ നമുക്കറിയില്ല. ആണെങ്കിൽ എന്ത് അല്ലെങ്കിൽ എന്ത്. അത്തരം ആളുകൾക്ക് ഇനി നബി തന്നെയാണെന്ന് വിചാരിക്കുക. ഇബാദത്ത് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇബാദത്ത് റബ്ബിന് മാത്രമേ ഉള്ളൂ. വഅനൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ. അല്ലാഹുവിനുള്ളതാണ് പള്ളികൾ. അവന്റെ കൂടെ യാതൊന്നിനെയും വിളിച്ചു തേടാൻ പാടില്ല.